കാണിക്കുന്നത്? വെറുതെ കളയാനാണെങ്കിൽ പിന്നെ എന്തിനാ നീ മേടിച്ചത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും അടങ്ങിയിരുന്ന് സിനിമ കണ്ടൂടെ? എന്തിനാ കുട്ടികളെ പോലെ ഇരുന്ന് കരയുന്നേ? നീ പോയി ഏതെങ്കിലും കാർട്ടൂണിന്റെ ചാനൽ കാണ്. നിനക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ സിനിമകളും കാർട്ടൂൺസും എല്ലാം അതിലുണ്ടാവും. ഇവിടെ ഇരുന്ന് ഞങ്ങൾ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? പൊയ്ക്കോ ഇവിടുന്ന്. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ കുത്തിയിരുന്ന് കരയുക. ഇത് പോരാഞ്ഞ് കാശും കൊടുത്ത ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നിരുന്ന് കരയണോ? ഞാൻ വീട്ടിൽ പോയിരുന്ന് നിക് ചാനലിൽ കാർട്ടൂൺ കാണാൻ പോവാ. നീ വാടാ പത്ലു. വാ, എനിക്ക് ഈ തല്ലിപ്പൊളി സിനിമയൊന്നും കാണണ്ട. എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ രണ്ടുപേരും സിനിമ കാണാൻ പോയതല്ലേ? എന്നിട്ട് എന്താ ഇത്ര നേരത്തെ ഇറങ്ങി വന്നത്? ഓ, അതൊന്നും പറയണ്ട. അതില് മുഴുവനും കരച്ചിലും പിഴിച്ചലുമാണ്. ഞങ്ങൾക്ക് അതിരുന്ന് കാണാൻ വയ്യ. ഫിലിം ആകുമ്പോ കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? എന്റർടൈൻമെന്റ്. ഈ കരച്ചിലും പിഴിച്ചിലുള്ള സിനിമ എടുത്തിട്ട് എന്താ കാര്യം? നമ്മളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അതില് മുഴുവനും എന്റർടൈൻമെന്റ് ആയിരിക്കും. സിനിമ നമുക്ക് പ്രകൃതിയെ പറ്റി ഉണ്ടാക്കാതെ. സുന്ദരമായ നദി, കാട്, മലനിരകള്, കാട്ടിലെ മൃഗങ്ങള്, പക്ഷികള്, മരങ്ങള്, ഇതിന്റെയൊക്കെ സിനിമ ഉണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ? നായകന്റെയും നായികയുടെയും അഭിനയിക്കുന്നവരുടെ ഒന്നും ആവശ്യമേ വരുന്നില്ല. ക്യാമറ എടുത്തോണ്ട് വന്ന് ഷൂട്ടിംഗ് അങ്ങ് തുടങ്ങുക. വരൂ, നമുക്ക് പ്രകൃതിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സിനിമ പിടിക്കാം. എന്ത് മനോഹരമായ സ്ഥലമാണിത്. ഡോക്ടർ ജഡ്ജയ്ക്ക് നന്ദിയുണ്ട്. നിങ്ങൾ വളരെ നല്ലൊരു സ്ഥലത്താ കൊണ്ടുവന്നിരിക്കുന്നേ. പത്തിലു, എന്റെ ചങ്ക, ഇവിടെ ആരും ഇങ്ങനെയൊന്നും വരാറില്ല. ആർക്കും ഈ സ്ഥലത്തിനെ പറ്റി ഒന്നും തന്നെ അറിയുകയില്ല. ഇവിടെ നിന്നാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നേ. വല്ലാത്തൊരു വിശപ്പ്. നമുക്ക് എന്തേലും കഴിച്ചിട്ട് പോവാം. എന്തൊരു ഏകാന്തതയാണ് ഇവിടെ. എന്ത് നല്ല രസമുണ്ട് ഇവിടെ അല്ലേ? പൊളിച്ചെടുത്തല്ലോ. ഇത്രയും ഒച്ചത്തിൽ മ്യൂസിക് വെച്ചാലേ മൃഗങ്ങളൊക്കെ ഇവിടുന്ന് ഓടിപ്പോയേക്കും. എന്റെ പത്തിലു, വന്ന് എന്റെ കൂടെ ഡാൻസ് കളിക്ക്. ഇതുപോലെ ഒരു ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ല. നോക്കാ, കുരങ്ങൻ ഡാൻസ് കളിക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്യേ, വേഗം ഷൂട്ട് ചെയ്യേ. പൊളിച്ചെടുത്തല്ലോ. ഇത് വീഡിയോ എടുക്കൂ, വീഡിയോ. എന്റെ ഷൂട്ടിങ്ങിന് പകരം എനിക്ക് നിങ്ങൾ എന്ത് തരാം? എന്ത് സംസാരിക്കുന്ന കൊരങ്ങനോ? ഇതിനെ ഷൂട്ട് ചെയ്ത നമുക്ക് എന്തായാലും കോടീശ്വരന്മാരാകാൻ പറ്റും. പിന്നെ നമ്മൾ കോടിക്കണക്കിന് സമൂസ കഴിക്കും. സ്വപ്നം കാണുന്നത് നിർത്തന്റെ സുഹൃത്തെ. ആദ്യം എനിക്കെന്ത് തരുമെന്ന് പറ. ഒരു വീട്, ജീവിതകാലം മുഴുവൻ കഴിക്കാൻ എനിക്ക് പഴം, അടുത്ത 3 സിനിമകളുടെ കോൺട്രാക്ട്, പേഴ്സണൽ മേക്കപ്പ് മാൻ, സ്പോട്ട് ബോയ്, പിന്നെ ഷൂട്ടിംഗ് സമയത്ത് 5 സ്റ്റാർ ഹോട്ടൽ റൂം. അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് പരിപൂർണ സമ്മതമാണ്. നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. ഓക്കെ, മ്യൂസിക് ഓൺ ചെയ്തു. കുരങ്ങൻ സാറ്, നിങ്ങളിപ്പോ ഡാൻസ് തുടങ്ങിക്കോളൂ. പൊളിച്ചെടുത്തല്ലോ. ഡാൻസ് കളിക്കൂ, ഡാൻസ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സുഹൃത്തെ? ആദ്യം നിങ്ങൾ ഒരു ഡാൻസ് ഡയറക്ടറിനെ വിളിക്കൂ. നീ കുറച്ചു മുമ്പല്ലേ ഇവിടുന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഡാൻസ് മാസ്റ്റർ ഒന്നും വേണ്ടായിരുന്നല്ലോ. ഇപ്പൊ നീ കളിക്കുന്നുണ്ടോ? എനിക്കറിയില്ല, ഈ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരാണോ സിനിമ എടുക്കുന്നത്? ഹീറോ സാറേ, എന്നാ പിന്നെ നമുക്ക് ഷൂട്ട് തുടങ്ങിയാലോ? മുത്ത, ഇനി ഡാൻസ് തുടങ്ങിക്കോളൂന്ന്. അതെ, റോൾ, ക്യാമറ, ആക്ഷൻ, ഇതൊന്നും ആരും പറയില്ലേ? ഇവൻ നമ്മളെ വട്ടാക്കുന്ന തോന്നുന്നത്. സ്റ്റാർ ആവുന്നതിന് മുൻപ് തന്നെ ഇത്രയും അഹങ്കാരം ഇവന്. ഇനി സ്റ്റാർ എങ്ങാനായാൽ എന്തായിരിക്കും സ്ഥിതി? എന്തിനാ ഓടുന്നത്? താഴേക്ക് വാ, ഷൂട്ട് ചെയ്യട്ടെ. ഇപ്പൊ ഓടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഓടാൻ പറ്റില്ല. അതുകൊണ്ടാ വന്നോണ്ടിരിക്കുക. റോൾ, ക്യാമറ, ആക്ഷൻ. രക്ഷിക്കണേ. വേഗം വരൂ, നമുക്ക് ഈ ഗുഹ
പൊളിക്കാം. ഈ ഗുഹയ്ക്കകത്ത് ഒരു ലൈറ്റ് പോലും ഇല്ലല്ലോ. എന്തൊരു ഇരുട്ടാണ് ഇതിനകത്തല്ലേ. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ. നമുക്ക് നല്ലൊരു അടിപൊളി പാട്ട് നല്ല ഉറക്കം വെക്കാം. അപ്പൊ ഈ പേടിയൊക്കെ പമ്പ കടന്നോളും. എന്റെ മോട്ടോ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാന്നാ തോന്നുന്നേ. മുന്നിലേക്ക് നോക്കിയ മുതല, പിന്നിലേക്ക് നോക്കിയതേ ആ പാമ്പ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. എപ്പോഴെങ്കിലും വയറൊന്ന് ഒഴിച്ചിട്ടാലേ ബുദ്ധി നന്നായി പ്രവർത്തിക്കൂ. ഹലോ എവരിബഡി, മേ ഐ ഹാവ് യുവർ അറ്റൻഷൻ? സംസാരിക്കുന്ന മുതലയോ? പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ സംസാരിക്കുന്ന വെജിറ്റേറിയനായ മുതലയാണ്. എന്റെ പുറത്ത് കയറി നമുക്ക് തടാകത്തിന്റെ നടുവിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളെ അനക്കോണ്ട പിടിക്കില്ല. നിങ്ങൾ വെജിറ്റേറിയൻ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. മുതലച്ചേട്ടാ, ഞങ്ങൾ തീർച്ചയായിട്ടും വരാം. ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോണേ. ഇതിലെന്താ ഡൈനിങ് ടേബിൾ എഴുതിയിരിക്കുന്നത്? കാരണം ഞാൻ ഇതിലാണ് ആഹാരം കഴിക്കുന്നത്. പൊളിച്ചെടുത്തല്ലോ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഇപ്പൊ ലഞ്ച് ടൈം ആണ്, അതുകൊണ്ടാണ് എല്ലാവരും വന്നത്. എനിക്കും വല്ലാണ്ട് വിശന്നിട്ട് വയ്യ. എന്നാ പിന്നെ വേഗം ഭക്ഷണം എടുത്തോളൂ. മെനുവിൽ എന്തൊക്കെയാണ്? മെനുവിൽ നിങ്ങളൊക്കെ തന്നെയാ ഞങ്ങൾ തിന്നാൻ പോകുന്നത്. എന്റെ മുതല ചേട്ടാ, നിങ്ങളല്ലേ അല്പസമയം മുമ്പ് പറഞ്ഞ നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന്. ഞാൻ വെജിറ്റേറിയൻ എന്നല്ല, നോൺ വെജിറ്റേറിയൻ എന്നാ പറഞ്ഞത്. നിങ്ങൾ കേട്ടതിന്റെ കുഴപ്പമാ. ഇല്ല, നിങ്ങൾ വെജിറ്റേറിയൻ തന്നെയാ പറഞ്ഞത് മുതലച്ചേട്ടാ. അല്ലേ ജഡ്കെ? അതെ അതെ, വെജിറ്റേറിയൻ തന്നെ പറഞ്ഞത്. എന്റെ ഇംഗ്ലീഷ് ഇത്തിരി മോശമാ. ഞാൻ ഉദ്ദേശിച്ചത് നോൺ വെജിറ്റേറിയൻ എന്നാ. കടന്നുകൊള്ളൂ, ഞങ്ങൾക്ക് തിന്നാൻ അതാണ് ഈസി ആയിട്ടുള്ളത്. രക്ഷപ്പെട്ടല്ല പോട്ടു, താഴേക്ക് നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് മാറി നിൽക്കണം. എന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്നും പോ, ഞങ്ങളുടെ ഇത് ലഞ്ച് ടൈം ആണ്. ഇതുവരെ ലഞ്ച് ബ്രേക്ക് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം ഞാൻ ബ്രേക്ക് ചെയ്ത് വിടും. ഞാൻ കുങ്ഫു അറിയാന്നുള്ള മങ്കിയാണ്. നീ കുങ്ഫു മങ്കി ആണെങ്കിൽ ഞങ്ങൾ കുങ്ഫു മുതലകളാണ്. യാ! 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 ജാക്കി ചാന്റെ പേരില് ഇതാരണം പിടിച്ചോ. ഇതാ പിടിച്ചോ. എന്റെ മോട്ടോ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ, നമ്മുടെ മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്യേ, എന്നിട്ട് ഫുൾ വോളിയത്തിൽ വെക്ക്. അതിന്റെ ശബ്ദം കേൾക്കുമ്പോ ഈ മുതലകളൊക്കെ വേഗം ഓടി പോയിക്കോളും. രക്ഷപ്പെട്ടില്ല, കഥ കഴിഞ്ഞു. ദേ നോക്കിയേ, നമ്മുടെ ഏറ്റവും വലിയ ആരാധകൻ എത്തി. വേഗം നമുക്ക് ഈ പാലം കടന്നിട്ട് ഈ പാലം എടുത്ത് മാറ്റിക്കളയാം. അപ്പൊ പിന്നെ അനക്കോണ്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. പൊളിച്ചെടുത്തല്ല. ഈ വൈൽഡ് ലൈഫ് സിനിമ നമുക്ക് ഒരിക്കൽ കൂടി എടുക്കാൻ പാടില്ല. ഇത് കാരണം നമുക്കൊക്കെ ആപത്താണ്. വരൂ, എന്റെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. ഇത് സംസാരിക്കുന്നല്ലോ. ആരെങ്കിലും രക്ഷിക്കണം.
ചായക്കട ചേട്ടാ, കഴിക്കാൻ വല്ലതും ഉണ്ടോ? വേറെ എവിടെയെങ്കിലും പോകൂ, ഇവിടെ പൈസയൊന്നും തരാനില്ല. ഞങ്ങള് ഭിക്ഷക്കാരല്ല, ഞാൻ 10 രൂപയാണ്. പിന്നെ ഇത് മോട്ടു, പിന്നെ ഇവര് 2 പേര്. അയ്യടാ, ഇത് നിങ്ങളായിരുന്നോ? 2 മാസമായി നിങ്ങൾ ഇവിടെ കാണാനില്ലായിരുന്നല്ലോ. ഞങ്ങൾ എല്ലാവരെയും അന്വേഷിച്ച് മടുത്തു. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഞങ്ങൾ അവിടുന്ന് 2 മാസം മുമ്പേ യാത്ര പുറപ്പെട്ടതാ. ഇതാ ഇപ്പോഴാ ഇവിടെ എത്തിയത്. പൊളിക്കടുത്തല്ലോ. കാടിനെ കുറിച്ചൊരു സിനിമ എടുക്കാൻ പോയതാ ഞങ്ങള്. ഇപ്പൊ ഞങ്ങളും കാട്ടുവാസികളെ പോലെ ആയി. ശരി ശരി, നിങ്ങൾ ഇരുന്ന് TV കാണൂ, ഞാൻ നിങ്ങൾക്ക് ചായയും സമോസയും തരാം. ഇവർ ഒരുപാട് ബുദ്ധിമുട്ടി അവരുടെ ജീവൻ വരെ പണയം വെച്ചാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അതാണ് ഈ സിനിമയുടെ വിജയത്തിന്റെ രഹസ്യം. അതുകൊണ്ട് ബെസ്റ്റ് ഫിലിം ഓഫ് ദ ഇയർ അവാർഡ് ഗോസ് ടു മിസ്റ്റർ K.O. രംഗൻ. ഈ കെ.ഒ. രംഗൻ ആരാ? എന്റെ മോട്ടോ, ഇത് മിസ്റ്റർ K.O. രംഗൻ അല്ല, ഇത് നമ്മുടെ ഹീറോ കൊരങ്ങനാണ്. ഏ?